സ്വാഭാവികമായിട്ടും UDF-നെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും കോൺഗ്രസിന് ഒരു അപ്രമാദിത്വം ഉണ്ടല്ലോ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമൊന്നും നേരിടാനില്ല എങ്കിൽ UDF ആണ് സാധാരണഗതിയിൽ മുന്നേറാറുള്ളത്. പക്ഷേ ഇത്തവണ ആ മുന്നേറ്റം, അതായത് നൗഷാദ് അലി, നിങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ 2020 ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് CPM-ൻ്റെ വിശ്വാസം 6 മുതൽ 10 സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഒരു ഡിജിറ്റിന് ചോദിക്കുകയാണെങ്കിൽ 8 സീറ്റുകൾ എന്ന് പറയുന്നുമുണ്ട്. നൗഷാദ് അലി, അവരെ 8 സീറ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് 2020 എന്ന ആത്മവിശ്വാസം ഇപ്പോഴും പ്രകടിപ്പിക്കാൻ കഴിയുന്നത്, പ്രത്യേകിച്ച് 5-6% വോട്ട് കുറയുകയും ചെയ്യുമ്പോൾ? നികേഷ്, ഞാൻ ഒരു 2 കാര്യത്തിൽ പെട്ടെന്നൊരു വിശദീകരണം തന്നിട്ട് നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം. അതായത്, ഒന്നാമതായിട്ട് ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ വിഭവ ലഭ്യത ഏറ്റവും ദുർബല വിഭാഗങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകി നിർവഹിക്കണമെന്ന ഞങ്ങളുടെ തത്വം, അത് സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യ തൊട്ട് തുടങ്ങിയാണ്. AICCയുടെ പ്രമേയങ്ങളിലൊക്കെ അതുള്ളതാണ്. ഇവിടെ സവർക്കറും ഗോൾവൾക്കറും പിന്നെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അതുണ്ട്. അക്കാര്യത്തിലൊരു വിശദീകരണം നൽകി അത് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അടുത്ത ചോദ്യം വരുന്ന സമയത്ത് ശ്രീ ജോർജ് കുര്യനോട് പറയാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ഓക്കെ. അപ്പോൾ അതിപ്പോൾ ഈ രാജധർമ്മം പാലിക്കാൻ അറിയാത്തയാൾ എന്ന് വാജ്പേയിയുടെ അടുത്ത് പരസ്യമായി ശകാര ഏറ്റുവാങ്ങിയ നരേന്ദ്രമോദി ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് ആ വിഷയം നിങ്ങളുടെ ആ വഴിക്ക് തന്നെ ഞാൻ വിടാം. അത് നമ്മൾ ഒരുപാട് തവണ വ്യത്യസ്ത ചാനലുകളിൽ ഈ വിഷയം എടുത്ത് ചർച്ച ചെയ്തതുമാണ്. രണ്ടാമതായിട്ട്, വടകരയെ സംബന്ധിച്ചിടത്തോളം അവിടെ തോറ്റ് പാപ്പരായി മുങ്ങിച്ചാവാൻ ഒരുങ്ങുന്ന ശൈലജ ടീച്ചർ ഒരു കച്ചിത്തുരുമ്പായിട്ട് ആദ്യം പറഞ്ഞത് തൻ്റെ പേരിൽ വീഡിയോ ഉണ്ടെന്നാണ്. മണിക്കൂറുകൾക്കകം അവർ തിരുത്തി പറഞ്ഞു. രണ്ടാമതായിട്ട്, അവസാനം കൊണ്ടുപോയി ഇറക്കിയ ഒരു നമ്പറാണ്, ഇല്ലാത്ത ഒരു വർഗീയ ആരോപണത്തിൻ്റെ ഇരയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ പുച്ഛിച്ച് തള്ളുക എന്നല്ലാതെ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ ഏത് വങ്കത്വവും ഏത് പൊറാട്ട് നാടകവും നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. ഒന്ന് പൊളിയുമ്പോൾ രണ്ടാമതായിട്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധ പഞ്ചാംഗവും പരിഹാസ്യത നിറഞ്ഞ ഒരാളുമാണ് താൻ എന്ന് ആ ശൈലജ ടീച്ചർ പരസ്യമായിട്ട് വിളംബരം ചെയ്തതാണ് വടകരയിൽ നടന്നത്. അല്ലാതെ ഷാഫി പറമ്പലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആരോപണത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ഒരു മനുഷ്യനും അദ്ദേഹത്തെക്കുറിച്ച് കേരളത്തിൽ വിശ്വസിക്കുകയില്ല, വടകര പ്രത്യേകിച്ചും. അതിൻ്റെ പ്രതിഫലനമൊക്കെ നമുക്ക് ജൂൺ 1-ാം വാരം നമുക്ക് കാണാം. ഇനി നികേഷ് ചോദിച്ച ചോദ്യം, ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ നികേഷേ, ഇടതുപക്ഷ ഭരണത്തോടുള്ള വലിയ എതിർപ്പ് ഇവിടുത്തെ CPM പ്രവർത്തകർക്കിടയിൽ, അനുഭാവികൾക്കിടയിൽ വ്യാപകമായിട്ടുണ്ട്. അവർ വോട്ട് ചെയ്യാൻ പോകണ്ട എന്ന് തീരുമാനിച്ചാലും ഇവിടുത്തെ പോളിംഗ് ശതമാനം കുറയില്ലേ? ഈ പൊന്നാനിയിൽ അങ്ങനെ ആയിരക്കണക്കിന് CPM-ൻ്റെ പ്രവർത്തകർ വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ട്. എൻ്റെ ജില്ലയായത് കാരണം ഞാൻ എണ്ണിയെടുത്ത് പറയുകയാണ്. അത്തരത്തിലൊക്കെയുള്ള പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുള്ളത്. പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന് കേട്ടപ്പോഴേക്കും LDF-ന് ഒരു മാസത്തേക്ക് ആശ്വസിക്കാനുള്ള വകയായി എന്ന മട്ടിൽ വ്യാഖ്യാനിച്ച് കോൺഗ്രസിനകത്തും അതിൽ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയുള്ള ഇല്ലാത്ത ആരോപണമൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരുന്നതിനെ ഞാൻ വളരെ പരിഹാസ്യ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി നിങ്ങൾ പാർട്ടി കമ്മിറ്റികളിലെങ്കിലും കാണണം. ഉദാഹരണത്തിന് വടകരയിൽ നല്ല രീതിയിൽ പോളിംഗ് ഉണ്ട്, 78.08. അത് കൂടുകയുള്ളൂ, ഒരു 80 കൂട്ടിക്കോളൂ. 2019 82.67 ഉള്ളൂ. അപ്പോൾ ഒരു 2% വ്യത്യാസം വരുന്നുള്ളൂ. പക്ഷേ UDF-ൻ്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള പത്തനംതിട്ടയിൽ 10.89% കുറവാണ് ഉണ്ടാകുന്നത്. വടകരയിൽ മാത്രമല്ല, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട്, ഇതെല്ലാം ഇടതുപക്ഷത്തിന് കൃത്യമായ രീതിയിൽ കേഡർ ബേസ് ഉള്ള ലോക്സഭാ മണ്ഡലങ്ങളാണ്. അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനമുള്ള നിയമസഭാ മണ്ഡലങ്ങളിലാണ് പോളിംഗ് ശതമാനം കൂടിയിട്ടുള്ളത്, നേരത്തെ KJ ജേക്കബ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ. അതേസമയം തെക്കൻ കേരളത്തിൽ ആ നിലയിൽ CPM-നൊരു മിലിറ്റൻറ്റ് സ്വഭാവം ഇല്ലാത്ത മേഖലയാണല്ലോ തെക്കൻ കേരളം. അവിടെ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് അടക്കം വെറും 66%, ചിലപ്പോൾ 1%, 2% കൂടിയേക്കാം. അങ്ങനെയാണെങ്കിൽ 68, 70-ന് താഴെ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പോളിംഗ്, താങ്കൾ ശരിയാവണം സൂചിപ്പിച്ചതുപോലെ, പോളിംഗ് ശതമാനം നോക്കിയിട്ട് നമുക്ക് വിജയപരാജയങ്ങൾ നിർണ്ണയിക്കാനാകില്ല. പക്ഷേ CPM-ന്, ഇടതുപക്ഷത്തിന് ശക്തിയുള്ള മേഖലകളിലാണ് പോളിംഗ് ശതമാനം അല്പം ഉയർന്നു നിൽക്കുന്നത്.
ഇവിടെ CPM-നെ സംബന്ധിച്ചിടത്തോളം ജൂൺ ആദ്യവാരം വരെ ഇത്തരം കണക്കുകളിൽ അഭയം പ്രാപിക്കാനും അങ്ങനെ സമാശ്വാസം നേടാനൊക്കെയുള്ള അവകാശമുണ്ട്. ഞാനതൊന്നും തള്ളിക്കളയുന്നില്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൃത്യമായിട്ടൊരു തരംഗം കേരളത്തിൽ UDF-ന് അനുകൂലമായിട്ടുണ്ട്. അത് സമ്പൂർണ്ണമായിട്ട് പിണറായി വിജയൻ്റെ ഭരണത്തിനെതിരായിട്ടുള്ളതാണ്. അതിനെ മറികടക്കാൻ ചില പ്രത്യേക മുസ്ലിം ഐറ്റംസ് ഇവർ മലബാറിൽ കൊണ്ട് ഇറക്കാൻ നോക്കി. അത് പ്രതികൂലമായി അതിനൊരു കൗണ്ടർ റിയാക്ഷൻ ഉണ്ട് എന്ന് നികേഷ് മനസ്സിലാക്കണം. ആ കൗണ്ടർ റിയാക്ഷൻ പൊന്നാനിയിൽ നിന്ന് വളരെ പ്രകടമാണ്. അവിടെ CPM-ന് വോട്ട് ചെയ്തു പോരുന്ന ഹിന്ദു വോട്ടർമാർ എന്ന് തന്നെ ഞാൻ പറയും. അവരൊന്നടങ്കം CPM-ന്റെ ആ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ആദ്യ നിമിഷം തൊട്ട് അതിൽ പ്രതിഷേധിച്ച് മാറിയുന്നവരാണ്. അവർ കൃത്യമായിട്ട് അവർ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തിട്ടുണ്ട്. പൊന്നാനിയെയും കോഴിക്കോടിനെയും ചേർത്ത് കെട്ടുന്ന ഒരു രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ അവർ പരീക്ഷിച്ചിട്ടുണ്ട്. കരീം ക എന്നാണ്, അല്ലാതെ സഖാവ് കരീം അല്ല. നേരത്തെ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞല്ലോ ഇവിടെ വീടുകളിൽ പോയി മുസ്ലിം MP വേണ്ട എന്ന്. ആ ചോദ്യം കൊടുവള്ളിയിലും ബേപ്പൂരിലും കോഴിക്കോട് സൗത്തിലൊക്കെയാണ് വ്യാപകമായിട്ട് ഇവർ വീടുകൾ തോറും കയറി നടന്ന് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കൗണ്ടർ റിയാക്ഷൻ ഈ CPM കാണാത്ത വലിയൊരു പൊളിറ്റിക്സ് മലബാറിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം ന്യൂനപക്ഷ കേന്ദ്രീകരണം ഉണ്ടായിട്ടുണ്ട്. Debate with MV Nikesh Kumar.